ട്രാവലീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂർത്ത ചുവന്ന ചുണ്ടുകൾ, ചുവപ്പും വെള്ളയും കലർന്ന വസ്ത്രം, കയ്യിൽ ചിറകുകൾ, തലയിൽ കിരീടം, വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ അയാൾ ആൾക്കൂട്ടത്തിന് നടുവിൽ പയറ്റിമറിയുകയാണ്. കൂടെയുള്ള ആൾക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ട് അതിനൊപ്പവുമുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറെയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അവയിൽ തന്നെ മതപരവും ആചാരപരവുമായ അനുഷ്ഠാനങ്ങളിൽ പലതും ഇന്ന് അന്യം നിന്നു പോയിരിക്കുന്നു. എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ചും ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഇന്നും നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ പറവ അഥവാ ഗരുഡൻ തൂക്കം. ആ അനുഷ്ഠാന കലാരൂപത്തിന്റെ താളവട്ടങ്ങളും വേഷവിധാനങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ enable ചെയ്യുക. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ പഴവീട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ സമാപന ദിവസം നടക്കുന്ന ഗരുഡൻ പുറപ്പാട് പ്രധാനമായും 2 കരക്കാരുടെ ആഘോഷമാണ് ഇത്. ഇരട്ട ഗരുഡനോടുകൂടിയ ഗരുഡൻ പുറപ്പാട് പ്രധാനമായും ഭക്തരുടെ വഴിപാടായിട്ടാണ് നടത്തുന്നത്. ഇതിൽ കൈതവന കരക്കാരുടെ ഗരുഡൻ വഴിപാടായി ഇത്തവണ നടത്തിയത് പഴയവീട് ഹരിലക്ഷ്മിയിൽ ശ്രീമതി സേതു കൃഷ്ണപിള്ളയാണ്. ഗരുഡൻ പയറ്റിൽ പ്രശസ്തനായ KS പുരം തങ്കപ്പൻ നായരുടെ ശിഷ്യരാണ് ഇവിടെയും തൂക്കം അവതരിപ്പിക്കുന്നത്. ഗരുഡനായി KS പുരം രാജേഷ് കുമാറും കീഴൂർ രതീഷും ഒത്തുചേർന്നതോടെ വിളക്ക് വെച്ചതോടുകൂടി വേഷപ്പകർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഒരു അനുഷ്ഠാന രൂപമായ ഗരുഡൻ തൂക്കം എന്നതിന്റെ ഐതിഹ്യം ശരിക്കും ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തൂക്കം നടക്കുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് ഉഗ്രരൂപിയായി കലിയടങ്ങാത്ത ദേവിയുടെ കോപം ശമിപ്പിക്കാനായി മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ അടുത്തേക്ക് അയക്കുന്നു. സർവാഭരണ വിഭൂഷിതനായി ദേവിയുടെ മുൻപിലെത്തുന്ന ഗരുഡൻ ദേവിയുടെ കോപം മാറ്റുന്നതിനായി നൃത്തം ചെയ്യുകയും ശേഷം തന്റെ രക്തം ദേവിക്ക് മുമ്പിൽ അർപ്പിച്ചു എന്നാണ് വിശ്വാസം.
ഗരുഡൻ തൂക്കത്തിന്റെ ചിട്ടവട്ടത്തിലേക്ക് പോകാം. വ്രതശുദ്ധിയോടെ കാപ്പ് കെട്ടിയ ഗരുഡൻ കലാകാരന്മാരുടെ മുഖത്തെഴുത്തോടു കൂടിയാണ് മനുഷ്യൻ ഗരുഡനായിട്ടുള്ള പരിവർത്തനം തുടങ്ങുന്നത്. പ്രധാനമായും 4 വർണ്ണങ്ങളാണ് മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത്: വെള്ള മനയോല, പച്ച, ചുവപ്പ്, മഷി അഥവാ കറുപ്പ്. ഇതിൽ വെള്ള മനയോല അഥവാ മഞ്ഞ വർണ്ണം ഉപയോഗിച്ച് മുഖത്ത് നാമം വരച്ച് ആണ് മുഖത്തെഴുത്ത് തുടങ്ങുന്നത്. ഏറെ ശ്രമകരവും കൃത്യതയും വേണ്ട ഈ മുഖത്തെഴുത്തിന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ഇവരുടെ കഠിന പ്രയത്നവും കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. കഥകളി വേഷത്തോടെ ഏറെ സാമ്യമുള്ളതാണ് ഈ ഗരുഡൻ വേഷം. മുഖത്തെഴുത്തിന് ശേഷം അടുത്ത ചടങ്ങ് ഉടുത്തുകെട്ടാണ്. ഇതിൽ ആദ്യം വെച്ച് കെട്ടുന്ന പിൻഭാഗത്തായ ചെറിയ തലയണ പോലുള്ള ഭാഗത്തിനെ ചന്തി എന്നാണ് വിളിക്കുന്നത്. ഉടുത്ത് കെട്ടുന്നതാണ് ആദ്യ ചടങ്ങ്. ഗരുഡ വേഷത്തിന്റെ മുഴുവൻ ഭാരവും ഇതിലാണ് താങ്ങുന്നത്. ശേഷം വെളുത്ത കച്ച കെട്ടുന്നതാണ് അടുത്ത ചടങ്ങ്. 21 മീറ്റർ വരുന്ന ഈ കച്ചയിലാണ് ഗരുഡ വേഷത്തിലെ പ്രധാനപ്പെട്ട മാറ്റ് വരുന്നത്. പണ്ട് കാലത്ത് അലക്കിയ മുണ്ട് മൈദയിൽ മുക്കി കട്ടിപിടിപ്പിച്ചായിരുന്നു മാറ്റുണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ചാക്ക് മടക്കി കച്ചയിൽ വെച്ചാണ് ചുറ്റിയെടുക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇത് ഉപയോഗിക്കാത്ത പാവാട ഗരുഡന്മാരെയും കാണാം. മാറ്റിന് മുകളിൽ ഞൊറിഞ്ഞെടുക്കുന്ന വെള്ള വസ്ത്രം അഥവാ ഞൊറി ധരിക്കുന്നതോടുകൂടി ഉടുത്തുകെട്ട് ഏകദേശം പൂർത്തിയായി. ഗോൾഡൻ കരയോടുകൂടിയ ഇതിനു മുകളിലായി ഇരുവശത്തേക്കും ഞൊറിയുടെ ഇരുവശങ്ങളിലുള്ള ഇറക്കമനുസരിച്ച് 2 പട്ടുവാൽ വീതം കെട്ടും. മുൻവശത്തായി മുന്തി അഥവാ ഒറ്റനാക്ക് കെട്ടുന്നതോടുകൂടി അരഭാഗത്തെ വേഷവിധാനം പൂർത്തിയായി കഴിഞ്ഞു. അടുത്തതായി മുകൾ ഭാഗത്തെ വേഷവിധാനമാണ്. ഇതിൽ ആദ്യം ഉടുപ്പ് അഥവാ കുപ്പായമാണ് ധരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ഇതിന്റെ കെട്ട് ശരീരത്തിന്റെ പിൻഭാഗത്തായിരിക്കും വരുന്നത്. സർവാഭരണ വിഭൂഷിതനായ ഗരുഡൻ ധരിച്ചെത്തുന്ന ആഭരണങ്ങളും പ്രത്യേകതയുള്ളതാണ്. അസ്ഥിമാല എന്ന് വിളിക്കുന്ന മാവിന്റെയോ പാലയുടെയോ കമ്പു ചീകിയെടുത്ത് കയറിൽ കെട്ടിയ കൈയുടെ 1 മുഴം നീളം വരുന്ന 2 മാലകളാണ് ഇവ. നെഞ്ചിന്റെ ഇരുഭാഗത്തായി ധരിക്കുന്ന അസ്ഥിമാലയുടെ നടുക്കായി ചെത്തിപ്പൂ കൊണ്ടുള്ള മാലയും ധരിക്കും. അസ്ഥിമാലയ്ക്ക് ഇരുവശത്തുമായി ഞൊറിഞ്ഞെടുത്ത 2 വെള്ള ഉത്തരിയും നടുക്കായി ഞൊറിഞ്ഞെടുത്ത ഒരു പട്ടുത്തരിയവും ധരിക്കും. ഇവയെല്ലാം ചേർത്ത് ബന്ധിച്ച് നീളമുള്ള 2 തോർത്ത് പുറകിലോട്ട് കെട്ടും. കച്ചത്തോർത്ത് എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും ഗരുഡൻ കളിക്കിടെ വേഷം അഴിഞ്ഞു പോകാതെ മുറുക്കി ഉറപ്പിച്ചു നിർത്തുന്നത് ഈ കച്ചത്തോർത്താണ്. കച്ചത്തോർത്ത് കെട്ടുന്നതോടുകൂടി ശരീരത്തിലെ വേഷം കെട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. കഴുത്തിന് മുകളിലുള്ള അലങ്കാരമാണ് അടുത്തത്. ആദ്യം തലയിൽ ഒരു പട്ടു തുണി കെട്ടും. തലയെക്കെട്ടുവാൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പട്ടിന്റെ തുണിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പിന്നീട് ഗരുഡൻ തൂക്കത്തിലെ പ്രധാന ഭാഗമായ ചുണ്ട് പൂജിച്ച് വായ്ഭാഗത്തായി ഉറപ്പിക്കുന്നു. ഈ ചുണ്ട് യഥേഷ്ടം ചലിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിനു മുകളിലായി തോട കെട്ടും. ആദ്യത്തെ തലയെക്കെട്ട് വാലിന് മുകളിലായി വീണ്ടും ഒരു തലയെക്കെട്ട് വാൽ കൂടി കെട്ടുന്നു. ഇതിന് മുകളിലായി കേശഭാരം അഥവാ കിരീടം വെള്ളം തളിച്ച് ഗരുഡൻ കലാകാരൻ തൊഴുത് തലയിൽ ഉറപ്പിക്കുന്നു. പ്രധാനമായും 2 തരം കിരീടമാണ് കേരളത്തിൽ ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. നാരായമുള്ള വട്ടം കൂടിയ വടക്കൻ കിരീടവും വട്ടം കുറഞ്ഞ പന്നിമൂക്കുള്ള തെക്കൻ കിരീടവും. കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കിരീടത്തിന് ബലം കിട്ടാനായി കെട്ടുന്നതാണ് നാട. നാമത്തിന്റെ നേരെ മുകളിലായി നെറ്റിയിൽ കെട്ടുന്ന ഈ നാടയുടെ ബലത്തിലാണ് കിരീടം ഉറച്ചിരിക്കുന്നത്. ഇതിനുശേഷം ചെവിപ്പൂ നാട ചെവിയുടെ ഇരുവശത്തുമായി വരുന്ന രീതിയിൽ ധരിക്കും. ചാമരം അഥവാ മുടിയാണ് അടുത്തതായി കെട്ടുന്നത്. പരമ്പരാഗതമായി ആകാശവെണ്ടയുടെ നാരായിരുന്നു ഇതിനുപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇവയുടെ ലഭ്യത കുറവുകൊണ്ട് കറുത്ത ചാക്കിന്റെ ചരടാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. തോളിന്റെ ഇരുഭാഗത്തും നാടയിൽ തൂക്കിയിട്ട് കയ്യിൽ ഘടിപ്പിക്കുന്ന ചിറവ് കൂടി ആയിക്കഴിഞ്ഞാൽ ഗരുഡന്റെ വേഷവിധാനം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിളക്കുകൊട്ട് കേട്ടുകഴിഞ്ഞാൽ ഗരുഡന്റെ പുറപ്പാട് തുടങ്ങുകയായി.
ഗരുഡൻ തൂക്കത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ പ്രധാനമായും ചെണ്ട, വലന്തല, ഇലത്താളം, കൊമ്പ് എന്നിവയാണ്. രാവിലെ അറിയിപ്പോടുകൂടി മേളം തുടങ്ങുന്നത്. വൈകുന്നേരം ഗരുഡൻ നടക്കുന്ന വീട്ടിൽ കേളികൊട്ടുണ്ടാവും. ഗരുഡൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ വിളക്കുകൊട്ട് ആരംഭിക്കുന്നു. അതോടുകൂടി ഗരുഡന്റെ പയറ്റ് തുടങ്ങും. ഗരുഡൻ തൂക്കത്തിനുള്ള അകമ്പടി മേളത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് 18 താളവട്ടങ്ങളാണ്. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും ഈ 18 താളവട്ടങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നില്ല. ചെമ്പട, അടന്ത, വലിയ ലക്ഷ്മി, പഞ്ചാരി, ചച്ചവടം, ചെറിയ ലക്ഷ്മി തുടങ്ങിയവയാണ് അവ. ഒരു അനുഷ്ഠാന രൂപമായ ഗരുഡൻ തൂക്കം സാധാരണയായി മേളത്തിന്റെ അകമ്പടിയോടുകൂടി തൂക്കം നേർന്ന വീട്ടിൽ നിന്ന് കാൽനടയായോ വാഹനത്തിലോ എത്തി അലങ്കരിച്ച തട്ടിലോ ചാടിലോ കയറിയാണ് ഗരുഡൻ ക്ഷേത്രത്തിലെത്തുന്നത്. സാധാരണ ആളുകൾ കെട്ടി വലിക്കുന്നതോ അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോയോ ആണ് തട്ട് ക്ഷേത്രത്തിലെത്തിക്കുന്നത്. ചിലയിടങ്ങളിൽ നേരം പുലരുന്നവരെ ഈ ചടങ്ങ് കാണും. ക്ഷേത്രത്തിൽ ഗരുഡൻ തൂക്കം എത്തുമ്പോൾ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് മാലനോട്ടം. പട്ടിൽ പൊതിഞ്ഞ ചെത്തിപ്പൂക്കൾ കോർത്ത മാല മാറ്റി ഗരുഡൻ നോക്കുന്ന ഈ ചടങ്ങിന് പഴയൊരു ഐതിഹ്യവുമായി ബന്ധമുണ്ട്. കാശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായിരുന്നു കദ്രുവും വിനീതയും. കാശ്യപ പ്രജാപതിയിൽ നിന്നും വരം കിട്ടിയ കദ്രുവിന് 1000 നാഗസന്താനങ്ങളും വിനീതയ്ക്ക് ശക്തനായ ഗരുഡനും ജനിച്ചു. എന്നാൽ അഹങ്കാരിയായ കദ്രുവിന് സഹോദരിയായ വിനീതയെ തൻ്റെ അടിമയാക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതിനായി കദ്രു വിനീതയുമായി ഒരു പന്തയം വെക്കുന്നു. ദേവേന്ദ്രന്റെ ഉച്ചൈസ്രവസ് എന്ന വെള്ളക്കുതിരയുടെ വാലിൽ ഒരു കറുത്ത മറുക് ഉണ്ടെന്നായിരുന്നു പന്തയം. പന്തയം ജയിക്കുവാനായി നാഗങ്ങൾ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. അങ്ങനെ പന്തയത്തിൽ പരാജയപ്പെട്ട വിനീത കദ്രുവിന്റെ അടിമയായി. പിന്നീട് അതിശക്തനായി മാറിയ ഗരുഡൻ തന്റെ അമ്മയെ കദ്രുവിന്റെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചതിച്ച നാഗങ്ങളെ അവസാനിപ്പിക്കും എന്ന ഒരു ഉഗ്രപ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. ഇതിനായി നാഗങ്ങളെ ഗരുഡൻ നിത്യവും കൊന്നു തിന്നുവാൻ തുടങ്ങി. ഒടുവിൽ അതിശക്തനും മഹാവിഷ്ണുവിന്റെ വാഹനവുമായ ഗരുഡൻ നാഗങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. കരാർ അനുസരിച്ച് ഒരു നാഗം നിത്യവും ഗരുഡൻ ഭക്ഷണമായി പട്ടിൽ പൊതിഞ്ഞ് മലയുടെ മുകളിൽ കിടക്കും. ഗരുഡൻ അതിനെ കൊത്തിയെടുത്ത് മരക്കൊമ്പിലെത്തി ഭക്ഷിക്കും. ഒരിക്കൽ ജീമൂത വാഹകൻ എന്ന ബ്രാഹ്മണൻ സർപ്പങ്ങളുടെ ഈ ഗ്രാമത്തിൽ കൂടി സഞ്ചരിക്കുവാനിടയായി. സഞ്ചാരമധ്യേ ഒരു ബാലന്റെ കരച്ചിൽ കേട്ട് ആ വീട്ടിലേക്ക് ബ്രാഹ്മണൻ കടന്നു ചെല്ലുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അന്ന് ആ ബാലനാണ് ഗരുഡന്റെ ഭക്ഷണമാകേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ താൻ ഭക്ഷണമായി പോകാം എന്ന് പറഞ്ഞ് യാത്രയാവുന്നു. ഒരു പട്ടിൽ പൊതിഞ്ഞ് മലമുകളിൽ കിടന്ന ബ്രാഹ്മണനെ ഗരുഡന് മനസ്സിലായില്ല. പക്ഷേ ബ്രാഹ്മണനെ സ്പർശിച്ചാൽ ചുണ്ടുപൊള്ളും എന്ന ശാപമുള്ള ഗരുഡൻ ആ പട്ടിൽ ബ്രാഹ്മണനാണ് എന്നറിയാതെ കൊത്തി ചുണ്ടുപൊള്ളുന്നു. ഒടുവിൽ പട്ട് തുറന്നു നോക്കിയ ഗരുഡൻ പ്രായശ്ചിത്തമായി ബ്രാഹ്മണനെ തോളിൽ കയറ്റി ആഘോഷമായി താഴെ എത്തിക്കുന്നു. ഈ ചടങ്ങാണ് മാലനോട്ടം എന്നറിയപ്പെടുന്നത്. ശരിക്കും ഈ ചടങ്ങിൽ നാം കാണുന്നത് ആ കലാകാരന്റെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെയാണ്. ശരിക്കും കഥകളി അഭ്യസിച്ച ഒരാൾക്ക് ഗരുഡൻ ബൈറ്റ് നന്നായി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം.
ക്ഷേത്രത്തിലെത്തുന്ന ഗരുഡനെ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വില്ലിൽ തൂക്കി വലത്തിടിയിക്കുന്നു. അതിനുശേഷം ഗരുഡൻ തന്റെ രക്തം ദേവിക്ക് അർപ്പിക്കുന്ന ചൂണ്ട കൊത്തൽ ചടങ്ങോടുകൂടിയാണ് ഗരുഡൻ തൂക്കം അവസാനിക്കുന്നത്. എന്നാൽ ഇന്ന് ചിട്ടയും വട്ടത്തോടും കൂടി ഗരുഡൻ തൂക്കം നടത്തുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഗരുഡൻ തൂക്കം ആശാന്മാരായ പാണാവള്ളി പാച്ചിപിള്ള, തോട്ടറ ഭാസ്കരൻ, KS പുരം തങ്കപ്പൻ നായർ എന്നീ പ്രശസ്തരായ ആശാന്മാരിൽ KS പുരം തങ്കപ്പൻ നായർ മാത്രമാണ് ഇന്നും ഉള്ളത്. ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗരുഡൻ തൂക്കം ശാസ്ത്രീയമായി അഭ്യസിക്കുവാൻ വേണ്ടി കടുത്തുരുത്തിക്കടുത്തുള്ള കീഴൂരിൽ കേരള ഗരുഡ വിദ്യാലയം എന്ന പേരിൽ ഒരു കളരി നടത്തി വരുന്നുണ്ട്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും കലാരൂപങ്ങളെയും വിസ്മൃതിയിലാകാതെ നോക്കി നടത്താൻ ഇദ്ദേഹത്തെ പോലെ ധാരാളം ആളുകൾ ഉള്ളതാണ് ഈ കല ഇന്നും നിലനിൽക്കാൻ കാരണം. അപ്പോൾ ഗരുഡൻ തൂക്കത്തെ പറ്റിയുള്ള ചെറിയൊരു അറിവാണ് ഇവിടെ പങ്കുവച്ചത്. ഇതിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് പങ്കുവയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ. Oh,